ഹായ്. ഇപ്പം എന്നൊരു വെറൈറ്റി കാര്യം പറയാം. കേരളത്തിലെ ബുദ്ധനെ പറ്റി പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിലെ ബുദ്ധനെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് കാണാൻ സാധിക്കും. കേരളത്തിലെ ബുദ്ധനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ആലപ്പുഴയിലെ കരുമാടിയിൽ പോയാൽ മതി. അവിടെ ഒരു കരുമാടി കുട്ടൻ ഇരിപ്പുണ്ട്. പഴയൊരു സിനിമയുടെ പേരാണത്. ആ പേരിനെ പറ്റിയല്ല പറയുന്നത്. നൂറ്റാണ്ടുകളോളം നമ്മുടെ കരുമാടി തോട്ടിൽ ആർക്കും വേണ്ടാതെ കിടന്നൊരു പ്രതിമയാണ് ഇന്ന് കരുമാടി കുട്ടൻ എന്നറിയപ്പെടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധൻ്റെ ഒരു പ്രതിമ. കേരളത്തിൽ ബുദ്ധമതം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നെന്നും കേരളത്തിൽ ബുദ്ധമതത്തിൻ്റെ പ്രാധാന്യം എന്തായിരുന്നെന്നും സത്യം പറഞ്ഞാൽ ആർക്കും ഇന്നറിയില്ല. ഇന്നത്തെ സമൂഹത്തിൽ അറിയത്തേയില്ല. അത് സത്യമാണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായി ഉണ്ടായ ഓർഗനൈസ്ഡ് റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധമതമാണ്. 3-ാം നൂറ്റാണ്ടിൽ എനിക്ക് തോന്നുന്നു അശോക ചക്രവർത്തിയുടെ കാലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ബുദ്ധസന്യാസിമാർ വരുന്നത്. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് മതം അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് റിലീജിയനായിട്ട് ആദ്യം ആരെയും നിർബന്ധിച്ചാക്കിയതല്ല, സ്വാഭാവികമായി ഇവിടെ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതിലേക്ക് ഭിക്ഷുക്കന്മാർ വരികയും അവരുടെ ഓറ അല്ലെങ്കിൽ അവരുടെ സോ കോൾഡ് വൈബ്രേഷണൽ ഫീൽഡ് കണ്ട് ഇമ്പ്രസീവായ മലയാളികൾ അല്ലെങ്കിൽ അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ബുദ്ധമതം സ്വീകരിക്കുകയും കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിലീജിയനായിട്ട് ബുദ്ധമതം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 3-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയ ബുദ്ധമതം ഒരു 5-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ പ്രൈമിലെത്തുകയാണ്. 8-ാം നൂറ്റാണ്ട് വരെയാണ് അതിൻ്റെ ഒരു പീക്ക് ടൈം. 5-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ. അത് കഴിഞ്ഞൊരു ഡിക്ലൈനാണ് ഉണ്ടായത്. ഈ 5-ാം നൂറ്റാണ്ട് തൊട്ട് ഈ പ്രൈമിലേക്ക് എത്തിയ ബുദ്ധമതം കേരളം മൊത്തം പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് ഫാക്റ്റ്. അതിനു മുമ്പ് കേരളത്തിൽ മതങ്ങളൊക്കെ ഉണ്ട്. മതങ്ങളല്ല, ജീവിത രീതികൾ, സംസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പം ട്രൈബൽ റിച്വൽസും തെയ്യം പോലുള്ള അതിൻ്റെ മുൻകാല വെർഷനുകൾ അന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ബുദ്ധമതം വന്ന് കേരളത്തിൽ പ്രചരിക്കുന്നത്. അന്ന് ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലമായിരുന്നു. നൂറ്റാണ്ടുകൾ നിലനിന്ന് പോയി. അതിനുശേഷം 8-ാം നൂറ്റാണ്ടിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആദിശങ്കരാചാര്യർ വരുന്നതും അദ്ദേഹം ബ്രാഹ്മണിസം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം ഒരു ട്രെൻഡാക്കി എടുക്കുകയും അതിൻ്റെ പ്രചാരണം ശക്തമായി നടക്കുകയും കേരളത്തിലെ ബുദ്ധക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ബുദ്ധവിഹാരങ്ങളൊക്കെ പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായി മാറി. കേരളം ജാതീയതയുടെ കോട്ടയായിട്ട് മാറിയതൊക്കെ അതിൻ്റെ പ്രതിഫലനമാണ്. ഈ പല ബുദ്ധക്ഷേത്രങ്ങളിൽ നിന്നും ബുദ്ധക്ഷേത്രങ്ങളുടെ കുളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്നത്തെ സോ കോൾഡ് ഹിന്ദു ക്ഷേത്രങ്ങൾ, അതാണ് കറക്റ്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ കുളത്തിൽ നിന്നൊക്കെ മാവേലിക്കരയിലൊക്കെ ഉൾപ്പെടെ ഈ ബുദ്ധൻ്റെ പ്രതിമകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുളത്തിനകത്തുനിന്ന് ചില ക്ഷേത്രങ്ങളുടെ പൊളിച്ച് പുതുക്കി പണിഞ്ഞപ്പോഴത്തേക്കും പണ്ട് കൊണ്ട് കളഞ്ഞിരുന്ന പ്രതിമയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ബുദ്ധൻ്റെ പ്രതിമകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ ശബരിമലയിലെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നിലനിൽക്കുന്നു. അതിൻ്റെ ആധികാരികതയെപ്പറ്റി എനിക്കറിയില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ബുദ്ധമതം അടിച്ച് തോൽപ്പിച്ചു എന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതായത് ഇപ്പം ഹിന്ദുയിസം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം ഇവിടെ വളർന്ന സമയത്ത് ബുദ്ധന്മാരെ എല്ലാം അല്ലെങ്കിൽ ബുദ്ധവിശ്വാസികളെയൊക്കെ ഇവിടെ അടിച്ച് കൺവേർട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ഇവിടെ ശരിക്കും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലയിടത്തും ഈ കമ്മ്യൂണലിസം നടക്കാറുണ്ട്. അതിൻ്റെ ഒരു വെർഷനാണ് ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് ആ ഒരു മതത്തിന് ഇപ്പം ബുദ്ധമതക്കാർ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികൾ പൊതുവെ നോൺ വയലൻസിനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ആ മതത്തിനെ പിടിച്ചു നിർത്താനോ മതം വളർത്താനോ അവർ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ അത് സ്ലോലി ഇന്ന് കാണുന്ന ഹിന്ദു മതം എന്ന് പറയുന്ന വെർഷനിലേക്ക് മെർജായിപ്പോയി. അതുകൊണ്ട് ശരിക്കും നഷ്ടമുണ്ടായത് ബുദ്ധമതത്തിലാണോ അതോ കേരളത്തിലെ ജനങ്ങൾക്കാണോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ 5-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ജാതീയത ചരിത്രത്തിൽ ജാതീയത കേരളത്തിൽ ഏറ്റവും കുറഞ്ഞു എന്നൊരു കാലഘട്ടം അതായിരുന്നു. ഇന്ന് പോലും അന്നത്തെ അത്രയും കുറവല്ല ജാതീയത. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 8-ാം നൂറ്റാണ്ടിനിപ്പുറം ബുദ്ധൻ പയ്യെ പയ്യെ കേരളത്തിൽ നിന്ന് മാഞ്ഞുപോയി. ഇന്ന് കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ബുദ്ധക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അത് പലതും റീസെൻ്റ്ലി വന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള ചരിത്രമുണ്ടായ കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്ന ബുദ്ധക്ഷേത്രങ്ങളൊന്നും അല്ലെങ്കിൽ ബുദ്ധവിഹാരങ്ങളൊന്നും നമുക്കൊന്ന് കാണാൻ പോലുമില്ല. എന്തായല്ലേ? ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ ഇന്ന് ധ്യാനത്തിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയിരിക്കുന്നു. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രതിഫലിച്ചൊരു കാലഘട്ടം, അല്ലെങ്കിൽ ഇന്നും മലയാളികൾ പ്രബുദ്ധരാണെന്ന് പറയാൻ കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പല സ്ഥലങ്ങളെക്കാളും നമ്മൾ മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ ഒരു സെക്യുലർ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഒരു മതത്തിലെയോ ഒരു ജാതിയിലെയോ അടിച്ചേൽപ്പിക്കാതെ ഇതിന് പുറമെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ
ശുദ്ധമായ ബോധത്തിനും സ്നേഹത്തിനും പ്രാധാന്യം കൊടുത്തൊരു ജനത ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കേരളത്തിൽ ജാതീയത ഉള്ളവരും മതചിന്ത ഉള്ളവരും വർഗീയവാദികളും തീവ്രവാദികളും എല്ലാവരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ പെടാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കേരളം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. നാളെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വർഗീയ ശക്തികളോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ആളുകളൊക്കെ ഇവിടെ വരികയും അതിൻ്റെ സ്ട്രെങ്തൊക്കെ കൂടുകയൊക്കെ ചെയ്യുമായിരിക്കാം. ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രസൻറ്റ് ഡേ. ഇന്നത്തെ കാലത്തെ പറ്റിയും ഇന്ന് നമ്മൾ കഴിഞ്ഞു വന്ന കാലത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇതെല്ലാം പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ എസൻസ് മറന്നുപോയെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളെ പള്ളിക്കൂടം എന്ന് പറയുന്ന വാക്ക് നിങ്ങളെല്ലാവരും കേട്ടാണ്. ഈ പള്ളി എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത് ഈ ബുദ്ധമതത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്നൊരു വാക്കാണ്. പള്ളിക്കൂടം, അല്ലെങ്കിൽ നമ്മളിന്ന് ക്രിസ്ത്യൻ ചർച്ചുകളെയും മുസ്ലിം മോസ്കുകളെയൊക്കെ പള്ളി എന്നാണ് വിളിക്കാറുള്ളത്. ആ വാക്കെല്ലാം ബുദ്ധമതത്തിൽ നിന്ന് വന്നതാണ്. കാരണം ബുദ്ധമതത്തിൻ്റെ ആ ഒരു എസൻസ് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും ആ ഒരു നോൺ ഡുവാലിറ്റിയുടെ ആ ഒരു സോ കോൾഡ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന കാര്യം ഇന്ന് നമ്മുടെ ജനറ്റിക്സിലുണ്ടാകും. അത് സത്യമാണ്. ഇതിന് പുറമെ ഒരു കാര്യം കൂടെ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മഹാബലി, ഓണവുമായി ബന്ധപ്പെട്ട കഥ. ഈ മഹാബലിയുടെ കഥ ശരിക്കും ബുദ്ധമതവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ആധികാരികതയെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കള്ളവും പൊളിയും ഒന്നുമില്ലാതെ, ജാതീയത ഇല്ലാതെ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നതായിട്ട് അവകാശപ്പെടുന്നു. കഥയാണ്, മഹാബലിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ആ രാജാവിനെ പിന്നീട് വാമനൻ വന്ന് ചവിട്ട് താക്കുകയാണ്. ഈ വാമനൻ എന്ന് പറയുന്ന ഇന്ന് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഹിന്ദു റിലീജിയനിലെ ഒരു സുപ്രീം ഗോഡായി വരുന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനൻ. വാമനൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിലാണ് വരുന്നത്. ആ ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വരുന്ന വാമനൻ കേരളത്തിലെ ഏറ്റവും മഹത്തായ, ഏറ്റവും എന്താ പറയുക, സെക്യുലറായ രാജാവിനെ, എല്ലാവർക്കും വളരെ സന്തുഷ്ടമായ ഹാപ്പിയായ ജീവിതം കൊടുത്തിരുന്ന ഒരു രാജാവിനെ മണ്ണിലേക്ക് ചവിട്ടി താക്കുകയാണ്. അത് കേരളത്തിലെ ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തിൻ്റെ റൈസാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പേഴ്സണലി. അവിടെ അന്ന് മനുഷ്യർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ആളുകളെ തുല്യമായിട്ട് ട്രീറ്റ് ചെയ്ത പാട്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, എള്ളോളമില്ല പുളിവചനം, ആ നമ്മുടെ ഓണത്തപ്പനുമായി ബന്ധപ്പെട്ട കഥയൊക്കെ നിങ്ങൾക്കറിയാം, പാട്ട് നിങ്ങൾക്കറിയാം. ആ രാജാവിനെ ചവിട്ടി മണ്ണിലേക്ക് താക്കുന്നതാണ് നമ്മുടെ ഓണം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ബേസ് ചെയ്ത് വരുന്ന മിത്തിക്കൽ കഥ അതാണ്. അങ്ങനെ മഹാബലി മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു പോയി. വാമനനായി ഇവിടെ മെയിൻ. ഇന്നും വാമനൻ്റെ ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു സ്പ്രെഡിങ് ഓഫ് ബ്രാഹ്മണിക്കൽ ഹിന്ദുസൊക്കെ കൂടെ മാസീവായിട്ട് നടക്കുന്നുണ്ട്. ഇനിയും നടക്കും. ഇനിയും അതിൻ്റെ സ്ട്രെങ്ത് ഇനിയും വർദ്ധിക്കാനാണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു അവബോധം അങ്ങനെയാണ്. അപ്പോൾ മഹാബലിയെ നമ്മൾ മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തിയെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്ന ആ ഒരു ഐഡിയോളജി ഒന്നും പോയിട്ടില്ല. എല്ലാ ഓണത്തിനും അദ്ദേഹം കേരളത്തിൽ വരാറുണ്ട്. ഒരു മതാചാരമല്ലാതെ, ഒരു മതത്തിൻ്റെ ഫെസ്റ്റിവൽ അല്ലാതെ കേരളത്തിൽ ഓണം എന്നൊരു ആഘോഷം നടക്കാറുണ്ട്. മലയാളികളുടെ ആഘോഷമാണത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഘോഷമാണത്. ഒരു പ്രത്യേക പർട്ടിക്കുലർ മതത്തിന് വേർപിരിച്ച് കൊടുത്തേക്കുന്ന ഒരു ആഘോഷമല്ല. നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും ആ ഒരു പഴയ നമ്മുടെ ആ ഒരു എസൻസിന് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു കേരളത്തിൽ ഇനി ഒരു റിവൈവിസം നടക്കും. അതായത് ഈ സത്യത്തിൻ്റെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ, ഇപ്പോൾ ശുദ്ധബോധത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ശുദ്ധബോധം നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. അതെന്നും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മളെന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ഇമാജിനേഷനൊക്കെ കൂട്ടിയാലും, എവിടെയൊക്കെ പോയാലും ഇതിനെല്ലാം അണ്ടർലൈൻ ചെയ്യുന്ന ബേസിക് റിയാലിറ്റി ശുദ്ധബോധം, പ്യുവർ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ പ്യുവർ അവയർനെസ് ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബേസിക് എസൻസ് ഈ ബുദ്ധമതവുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഈ ബുദ്ധമതവുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, ഇപ്പം ബുദ്ധമതം എന്ന് പറയുന്നൊരു മതം ഇവിടെ റിവൈവ് ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി ആ ഒരു ഐഡിയോളജിയെ പറ്റിയാണ് പറയുന്നത്. ബുദ്ധമതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ലോക്കാണ്, അതായത് ഒരു ചങ്ങലയാണ്. ഏതൊരു മതവും, ഓർഗനൈസ്ഡ് റിലീജിയൻ നമ്മളെ ഒരു ചങ്ങലയ്ക്കുള്ളിൽ ഇടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി. അപ്പോൾ ഇനിയും വീണ്ടും കേരളത്തിൽ ഇഷ്ടംപോലെ മതമുണ്ട്. ഇപ്പോൾ ബുദ്ധമതവും ഉണ്ട്, ശക്തിയില്ലെന്നേ ഉള്ളൂ, ഇൻഫ്ലുവൻസ് ഇല്ലാന്നേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റിയിൽ. അതുപോലൊരു മതം വളർന്നു വരുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആ ഒരു ബേസിക് എസൻസ് ഇനിയും വളർന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ലോകം മൊത്തം ഇങ്ങനെ കയറി വരണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ലോകത്തിലൊരു ട്രെൻഡിങ് വാക്കാണ്.
മെഡിറ്റേഷൻ ഇവിടെ കേരളത്തിലും വ്യാപകമായി മാറുമെന്നും ഇവിടെ നമ്മുടെ ഒരു കോൺഷ്യസ്നസ് റൈസ് ചെയ്യുക എന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ പർപ്പസ് എന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ധ്യാനം ഇനിയും കൂടുതൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുമെന്നും ഇവിടെ ഒരു കോൺഷ്യസ്നസ് റൈസിങ് നടക്കുമെന്നും കേരളത്തിൽ പർട്ടിക്കുലർലി നടക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കരുമാടിക്കുട്ടൻ്റെ കഥ ഇവിടെ പറയാനായിട്ട് എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായത്. ഞാനിപ്പോൾ അത് പറഞ്ഞു. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു, ഇതുപോലെ എത്രയെത്ര ക്ഷേത്രങ്ങളിലെ കുളത്തിലും മറ്റു സ്ഥലത്തുമൊക്കെ ആയിട്ട് ഇനിയും എത്രയെത്ര ബുദ്ധന്മാർ കിടന്നുറങ്ങുന്നുണ്ട്. ആലോചിക്കുമ്പോൾ എന്ത് ഫാസിനേഷനാണ്, എന്ത് സുഖമുള്ള ഒരു കാര്യമാണ്. ആലോചിച്ച് നോക്കൂ. ഇന്ന് കേരളം കലുഷിതമാണ്. കേരളം പലപ്പോഴും കലുഷിതമായി മാറിയിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിലും പല കാരണങ്ങളുമുണ്ട്. ഇനിയും സംഭവിക്കും. പക്ഷേ കേരളത്തിലെ ഏറ്റവും പീക്ക് ടൈം, അതായത് കേരളത്തിൻ്റെ സമാധാനത്തിൻ്റെ പീക്ക് ടൈം 5-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെ ഒരു യുദ്ധം പോലും സംഭവിക്കാതെ റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഒരു ചരിത്രം കേരളത്തിനുണ്ട്. ഇന്നാരും സംസാരിക്കാറില്ല അതിനെപ്പറ്റി. നമ്മളെ ബേസിക് എസൻസിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ കുളങ്ങളിലും മണ്ണിനടിയിലും ഒക്കെ ആയിട്ട് ഇപ്പോഴും ബുദ്ധൻ ഉറങ്ങുകയാണ്. ബുദ്ധൻ ശരിക്കും ഉറങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനത് എൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന ബുദ്ധനായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ എല്ലാ മലയാളികളുടെ ഉള്ളിലും എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ബുദ്ധൻ ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ആ ബുദ്ധനെ നമ്മൾ റിയലൈസ് ചെയ്യുകയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് അൾട്ടിമേറ്റ് റിയാലിറ്റിയുമായിട്ട് നമ്മൾ മെർജ് ആവുന്നത്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. അതിനെപ്പറ്റി നമുക്കിപ്പോൾ സംസാരിക്കണം. നമുക്കിപ്പം ബേസിക് ഭൗതികമായ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഐ വാണ്ട് ടു സീ ബുദ്ധിസം, അല്ലെങ്കിൽ ബുദ്ധൻ ഇവിടെ റിവൈവ് ചെയ്യപ്പെടുന്നത് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ഇനിയും ബുദ്ധൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പടരണം. ഇപ്പം എൻ്റെ ഒരു വോളിൽ ഒരു ബുദ്ധൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. ഇതുപോലെ കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു ബുദ്ധൻ്റെ ഫോട്ടോ വെച്ച് എല്ലാവരും ബുദ്ധനെ ആരാധിക്കണം എന്നല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു ബുദ്ധൻ്റെ പ്രസൻസ് ഉണ്ടാവണം. ആ ബുദ്ധൻ്റെ കോൺഷ്യസ്നെസ് റിഫ്ലക്റ്റ് ചെയ്യണം. കേരളം തന്നെ ഒരു ബുദ്ധ ഫീൽഡായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എത്രത്തോളം സ്റ്റുപ്പിഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഹോപ്പ് എൻജോയ് ദിസ് സ്റ്റോറി. താങ്ക് യു.